അറിയാത്ത പ്രായത്തില് അറിയാണ്ട് ചെയ്തൊരു തെറ്റാണ്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ഞാൻ തെറ്റ് തിരുത്തും ചെയ്തായിരുന്നു. ഇപ്പൊ കേരളത്തിൽ ഞാനൊരു മാതൃകയായി മാറിയില്ല. ഇപ്പൊ എന്തോ എങ്ങനെ ഇപ്പൊ കേരളത്തിൽ ഞാനൊരു മാതൃകയായി മാറിയില്ല. ഇപ്പൊ കേരളത്തിൽ ഞാനൊരു മാതൃകയായി മാറിയില്ല. ഇപ്പൊ എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. അതാണ് കാരണം. അവരൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു, അവള് പോയി. പക്ഷെ രണ്ടാമത് സ്നേഹിച്ച പെൺകുട്ടിയെ ഭാര്യയാക്കുകയും ചെയ്തു. അതുകൊണ്ടാക്കി. എനിക്കൊരു മനസാക്ഷിയുണ്ട്, അതുകൊണ്ടൊന്ന് ഉപദേശിച്ചതാണ്. നിങ്ങൾ നല്ലവരായി ജീവിക്കണം, ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. എന്താണ് നമ്മളുടെ സ്വപ്നം? അവൻ ജീവിക്കുന്നത് പറക്കാനാ. എപ്പോഴും ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. സ്വപ്നം തീരുന്നില്ല, സ്വപ്നം കുറെ ഉണ്ടെന്ന്. സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കാം. എന്താണ് അമ്പിളിയുടെ ഭാവി പരിപാടി? അല്ല, ഇപ്പൊ നല്ലൊരു ജോലി ഉണ്ട്. ഇപ്പം എന്ത് ജോലി? ഇപ്പൊ എക്സ്പോർട്ടിംഗിൽ അക്കൗണ്ടന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്റെ എളിമ കൊണ്ട് പല കാര്യങ്ങളും ഞാനിവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാനൊന്ന് തുറന്നു പറയാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അയ്യേ, ഇതാണെങ്കിലല്ലേ എവിടെയോ കണ്ട് നല്ല പരിചയം. ഇന്നൊരു ക്രാവ് ഒരു ചെറിയ പെൺകുട്ടികൾ അവനോട് ഡുവറ്റ് അടിച്ചായിരുന്നു. ഓ, ആ കിഴങ്ങനാ? അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഇല്ല മച്ചാനെ, ആ ജീവിതം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പൊ ഞാൻ ശാന്തിയുടെ മാർഗത്തിലാണ്. സെറ്റിൽ ആവാൻ പോവാ. ഒരു റബ്ബർ കച്ചവടക്കാരന്റെ മോളുണ്ട്. കണ്ടിട്ട് ഒളിച്ചോടാനുള്ള ഒരു ടാലന്റ് ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പരിശുദ്ധ പ്രേമങ്ങൾ കാച്ചു. ഒത്ത് കിട്ടിയ മോനെ. ഹലോ, ഞാൻ ശംഭുവാണ്. ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്. നീ പോലും കേട്ടോ. ഓവറോ? എത്ര ഓവറായി? ഇപ്പൊ ആരാ വാച്ച് ചെയ്യുന്നേ? കൺട്രോൾ കോബ്ര. കോബ്രയോ? 3 ചായ. ചായൊന്നും വേണ്ട. വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. പിന്നെ ഒരു ഓഫീസ് ആവുമ്പോ അതിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. നിങ്ങൾ ഇരിക്കിരിക്കേ, ഞാൻ വന്നോളാം. സംസ്ഥാനത്തെ 208 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ്. വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ വായ്പാ പദ്ധതി ആവിഷ്കരിച്ചു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി വാരികയിൽ എഴുതും. ഒരു സവാളവട, ഒരു സുഖിയൻ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഇങ്ങനെ ഫോണിലുള്ള വിളി മാത്രമേ. I feel something fishy. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. അതെ, നമ്മളിതാണ് ഉറപ്പിക്കുന്നു. ഓക്കെ, 30,000 രൂപ ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, നിയമവീഴ്ചയൊക്കെ സാധാരണ അല്ലേ? ജസ്റ്റ് എല്ലാരും പറഞ്ഞു എന്താ ഈ വോക്കിട്ട് വെക്കുന്നൊക്കെ. സാറേ, ഒരു മിനിറ്റ് സാറേ. അവൻ കട്ടി കളഞ്ഞല്ലോ. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്? പുല്ല് വില ഒന്നുകൂടെ വിളിച്ചു നോക്കി. ആ വോക്കിട്ടൊക്കെ വീഡിയോ പറഞ്ഞു. നമ്മൾ ഇന്ന് ഈ നിലയിലിരിക്കണം. സമ്മതിക്കൂല. അഭിലാഷേ, 30 സെക്കൻഡ് തരൂ. കഷ്ടമാണിത്. സസ്പെൻഷൻ പോരാ. ആയിക്കോട്ടെ. ഇനി ഞാൻ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമെറ്റ് ധരിച്ചിരിക്കും എന്ന് ഒരു വെള്ള പേപ്പറിൽ നല്ല വൃത്തിക്കൊരു 100 വട്ടം എഴുതിയിരിക്കും. സാറേ, എന്താ 400 സാറേ? 300. അന്ന് 500 ഫിക്സ് സാറേ. ഷിബുവിന് എന്താണ് ശരിക്കും ജോലി? പറഞ്ഞോളൂ, ശരിയാണല്ലോ. അവനെന്താണ് പണി? ഞങ്ങൾ വീഡിയോ ഇടാൻ പറയും. അപ്പൊ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാ വീഡിയോസും നിങ്ങൾ പോസ്റ്റ് ഇട്ടോ അല്ലെങ്കിൽ ഏതൊരു വീഡിയോ ഇട്ടോ എല്ലാത്തിനും 5K ആണ് ചെയ്താൽ 5K കയറിയിരിക്കും. അത് ക്ലിക്കായാൽ നിങ്ങളുടെ തലവരെയേ മാറും. കൺഫേം ആണ്, അല്ലെങ്കിൽ റീഫണ്ടാന്ന്. ഈ വക സാധനങ്ങളൊന്നും വളപ്പിനകത്ത് കയറ്റാൻ കൊള്ളില്ല. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സത്യസന്ധനെ ഒരിക്കലും പൂർണ്ണമായിട്ട് പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റിക്കപ്പെടണമെങ്കിൽ അവരിൽ എവിടെയോ ഒരു ഫ്രോഡ് ഉണ്ടായിരിക്കണം.
അടിപൊളി സംഭവം, വേണമെങ്കിൽ വേഗം ചെയ്തോ, അടിപൊളി ഓഫർ ഉണ്ട്. വിലയോ തുച്ഛം ഗുണമോ മെച്ചം. നീ കൊറേ നേടുന്നുണ്ടല്ലോ. അഡ്വാൻസ് ഒന്നും വേണ്ടായിരുന്നു. എല്ലാം ശരിയാവും. നീ വാ.